ഹലോ SSLC സ്റ്റുഡൻസ്, നിങ്ങളുടെയൊക്കെ SSLC റിസൾട്ട് വന്നു. നിങ്ങളെല്ലാവരും റിസൾട്ടൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ നമ്മുടെ ആ ഒരു വീഡിയോ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ നിങ്ങൾ വന്ന് നിങ്ങളുടെ റിസൾട്ടും പെർസെൻറ്റേജും ഒക്കെ പറഞ്ഞു. ഞാൻ എല്ലാ കമൻസും വായിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. പലർക്കും ഫുൾ A+, 9 A+, 8 A+ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. നല്ല മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ മാർക്ക് പ്രതീക്ഷിച്ച പോലെ കിട്ടാത്തവരുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ട. ഇനി മുതൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ +1 +2 നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, ഇനിയെങ്കിലും നമ്മൾ SSLCക്ക് നമുക്ക് പറ്റിയ ആ ഒരു മിസ്റ്റേക്ക് +1 +2 സമയത്ത് നമ്മൾ വരുത്താതിരുന്നാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് ഇനിയും വരും. ഓക്കെ, ഒരു റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ടേണിംഗ് പോയിന്റ് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ജീവിതം മുൻപോട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല കോൺഫിഡൻസിൽ തന്നെ ഇരിക്കുക. നമുക്ക് +1 +2 എന്ത് ചെയ്യണം? അടിപൊളിയാക്കണം. +1 +2 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ് WGPA എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, നിങ്ങളുടെ അഡ്മിഷനെ ഇത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം, വാട്ട് ഈസ് WGPA? വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ്. ഇതിനനുസരിച്ചാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. WGPA എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സയൻസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് 10 വിഷയങ്ങൾ നമ്മൾ SSLCക്ക് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിയില്ലേ, 10ൽ A+, A, B+ ഒക്കെ കിട്ടിയതൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് സയൻസ് ആണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കുക. നമ്മൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 4 സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് പോയിന്റുകളായിരിക്കും നോക്കാം. നമുക്കത് വിശദമായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് ആയിരിക്കും, അതുപോലെ കൊമേഴ്സ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ ആയിരിക്കും മാർക്ക് ഉണ്ടാവാം. സയൻസ് വിഷയങ്ങൾക്കൊക്കെ A+ ഉണ്ട്, പക്ഷേ അവന് SSLC നമ്മുടെ സോഷ്യൽ സയൻസിനോ അല്ലെങ്കിൽ മറ്റു സബ്ജക്റ്റിന് ലാംഗ്വേജസിനൊന്നും എന്തില്ല, ചിലപ്പോൾ മാർക്കില്ല എന്ന് വിചാരിക്കാം. അവന് സയൻസിന് നല്ല മാർക്കുണ്ട്, അവന് സയൻസ് ചൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അല്ലേ, അവൻ എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് തന്നെ സയൻസിലേക്ക് പോകാം. ചില ആളുകൾക്ക് സയൻസ് സബ്ജക്റ്റിൽ വലിയ മാർക്കൊന്നുമില്ല, അവന് സോഷ്യൽ സയൻസിലും ഇംഗ്ലീഷിലൊക്കെ A+ ഉണ്ട്. ഓക്കെ, മറ്റു സബ്ജക്റ്റിലൊക്കെ A+ ഉണ്ട്, സയൻസിൽ കുറച്ച് മോശമാണ്, അവന് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സിലേക്കൊക്കെ പോകാൻ വേണ്ടി സാധിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടുന്നതിൽ ഈ ഒരു കാര്യം എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, WGPA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നിങ്ങളെല്ലാം ഇപ്പോൾ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയം ല്ലേ, നിങ്ങൾ മാത്സ് SSLC മാത്സ് എക്സാം ഒക്കെ ചിലപ്പോൾ ഓർമ്മ വരും. ഈ ഇക്വേഷൻ ഒക്കെ കാണുമ്പോൾ WGPA = TGP + GSW / TS + TSW + BP - MP / 10 എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നു സാറേ, ഇതൊന്നുമില്ല മക്കളെ, വളരെ സിമ്പിളാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ഇക്വേഷൻ കണ്ടിട്ട് ആരും എന്ത് ചെയ്യേണ്ട, തല കറങ്ങി വീഴേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, TGP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേഡ് പോയിന്റ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു TGP എന്ന് പറയുന്നത് A+ന് 9 പോയിൻ്റാണ് കിട്ടുക, അതുപോലെ Aക്ക് 8, അങ്ങനെ വന്ന് നമുക്ക് D+ന് 3. ആ ഒരു രീതിയിൽ നമുക്ക് TGP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ TGP കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും TGP കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സിമ്പിൾ അല്ലേ? അപ്പോൾ TGP ഓക്കെ. ഇനി GSW എന്ന് പറയുന്നത് ടോട്ടൽ ഗ്രേഡ് വാല്യൂ ഓഫ് സബ്ജക്ട്സ് ഫോർ വിച്ച് വെയിറ്റേജ് ഈസ് ഗിവൺ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് സയൻസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ വെയിറ്റേജ് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഈ 4 വിഷയങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗ്രേഡ് പോയിന്റ്. ഓക്കെ, നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും മാത്സിനൊക്കെ A+ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 4 × 9 എന്ന് പറയുമ്പോൾ 36 ആണ് എന്ത് വരുന്നത്, GSW വരുന്നത്. നമുക്ക് എക്സാമ്പിളിലൂടെ പോകട്ടോ. ഓക്കെ, പിന്നെ ടോട്ടൽ സബ്ജക്റ്റ് 10 അല്ലേ? ടോട്ടൽ പിന്നെ TSW എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട്സ് ഫോർ വിച്ച് വെയിറ്റേജ് ഈസ് ഗിവൺ. എത്ര സബ്ജക്റ്റിനാണ് വെയിറ്റേജ് നമ്മൾ എടുത്തത്? അപ്പോൾ നമുക്ക് സയൻസിനായതുകൊണ്ട് 4 ആണ് അല്ലേ? ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ചില കോമ്പിനേഷനിൽ. അപ്പോൾ അവിടെ 1 വരും. പിന്നെ BP എന്ന് പറയുന്നത് എന്താ? ബ്ലഡ് പ്രഷർ അല്ല. ഓക്കെ, ബ്ലഡ് പ്രഷർ അല്ല, എന്താണ്? ബോണസ് പോയിന്റ് ആണ്. നമുക്ക് ബോണസ് പോയിന്റുകളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് അതിനും കുറച്ച് മാനദണ്ഡങ്ങൾ, ഏതൊക്കെയാണ് ബോണസ് പോയിന്റ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ മൈനസ് പോയിന്റ് ഉണ്ടാവും. അത് ഇപ്പോൾ നിങ്ങൾക്ക് ബാധകമായിരിക്കില്ല. അതായത് അത് എക്സാം ഫെയിൽ ആയവർക്കും പിന്നീട് പരീക്ഷ എഴുതിയവർക്കും അങ്ങനെയൊക്കെയുള്ളവർക്കാണ് മൈനസ് പോയിന്റ് വരിക. അതിനെ /10. ഈ ബോണസ് പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം 10 നമുക്ക് ലഭിക്കുകയുള്ളൂ. ബോണസ് പോയിന്റ് നമുക്ക് 10 കിട്ടുള്ളൂ. നമുക്ക് വരാം, ഓരോന്നിലേക്കും വരാം. ഇപ്പോൾ TGP എന്താണ് മനസ്സിലായില്ലേ? ഓരോ സബ്ജക്റ്റിനും ഗ്രേഡിനനുസരിച്ച് എന്തുണ്ട്, ഓരോ മാർക്ക് ഉണ്ട് അല്ലേ? 9, 8, 7, 6, 5. ഓക്കെ, ഇനി അടുത്തത് GSW.
നമുക്ക് GSWയിലേക്ക് വരാം. ഓരോ ഗ്രൂപ്പിനും ഓരോ സബ്ജക്ട്സിനാണ് എന്ത് പ്രാധാന്യം. ഇപ്പോൾ സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് കോഡ് വരുന്നത് 1 മുതൽ 9 വരെ സയൻസ് സബ്ജക്റ്റുകളുണ്ട്. സബ്ജക്റ്റ് കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് കോമ്പിനേഷൻ സബ്ജക്റ്റ് കോഡ് 1. അതുമുതൽ അതുപോലെ ഇവിടെയൊക്കെ ഈ ഒരു എട്ടാമത്തെ കോമ്പിനേഷൻ വരെ, സയൻസിലെ 8ാമത്തെ സബ്ജക്റ്റ് കോഡ് വരെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് GSW അല്ലേ. ഓരോ സബ്ജക്റ്റിനും, അതായത് സയൻസ് ആയാലും അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അതിലെ എന്താ പറയുക വെയിറ്റേജ് കിട്ടുന്ന സബ്ജക്റ്റ് വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പോൾ സയൻസ് ആണ് നോക്കാം. നമുക്ക് ആദ്യം 1, 2, 3 കോഡുകൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, മാത്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റ്, അതായത് സയൻസിൽ തന്നെ ഒരുപാട് എന്താ പറയുക സ്ട്രീമുകൾ വ്യത്യാസമുണ്ട് അല്ലേ. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഈ 4 സബ്ജക്റ്റ് ആയിരിക്കും എന്ത് വരുന്നത് വെയിറ്റേജ് ലഭിക്കുന്ന വിഷയങ്ങൾ. ഓക്കെ, അതുകൂടാതെ സയൻസിൽ തന്നെ വ്യത്യാസമുണ്ട്. ഫിസിക്സും കെമിസ്ട്രി, മാത്സും മാത്രം പരിഗണിക്കുന്ന സയൻസ് സ്ട്രീമുണ്ട്. അതായത് ഇവിടെ ആരെ കാണുന്നില്ല, ബയോളജി കാണുന്നില്ല അല്ലേ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതാണ് ഈ പറഞ്ഞ കോഴ്സുകൾ. അതായത് സബ്ജക്റ്റ് കോഡ് 4 മുതൽ 8 വരെ. ഇനി 9ാമത്തേത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി അല്ലേ. ചില സ്കൂളിലൊക്കെ ഉണ്ടാവുള്ളത്, എല്ലാ സ്കൂളുകളൊന്നും ഉണ്ടാവില്ല. കോമൺ ആയിട്ട് വരുന്നത് ഈ സബ്ജക്റ്റ് കോഡ് 1ഉം പിന്നെ അതുപോലെ സബ്ജക്റ്റ് കോഡ് 5 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലേ, അതിനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി വരുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി, മാത്സും കൂടി എന്ത് ചെയ്യും പരിഗണിക്കും. ഇതാണ് സയൻസിൻ്റെ ഒരു വെയിറ്റേജ് കിട്ടുന്ന വിഷയങ്ങൾ. ഇനി നമുക്ക് ഹ്യൂമാനിറ്റീസ് നോക്കാം. ഹ്യൂമാനിറ്റീസ് ഒരുപാട് കോഴ്സുകളുണ്ട്. 10ാമത്തെ കോഡ് മുതൽ എത്ര വരെ ഉണ്ടെന്ന് അറിയോ? 46 വരെ ഉണ്ട്. 10 മുതൽ 46 വരെ സബ്ജക്റ്റ് കോമ്പിനേഷൻ ഉണ്ട്. അതിനിടയിൽ കൊമേഴ്സ് കയറി വരുന്നുണ്ട് 36, 37, 38, 39 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്ട്രീം ഉള്ളതാണ് എന്ത് ഈ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹ്യൂമാനിറ്റീസിൽ കോമൺലി സോഷ്യൽ സയൻസ് ആണ് അവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷേ ഒരു എക്സെപ്ഷൻസ് വരുന്നത് സോഷ്യൽ സയൻസും മാത്സും വരുന്ന ചില ഹ്യൂമാനിറ്റീസ് കോഴ്സുകളുണ്ട്. അതായത് എക്കണോമിക്സ് കയറി വരുമ്പോൾ അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ് കയറി വരുമ്പോൾ അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ് കയറി വരുമ്പോഴാണ് എന്ത് വരുന്നത് മാത്തമാറ്റിക്സും കൂടി പരിഗണിക്കും. ഹ്യൂമാനിറ്റീസിലും സ്റ്റാറ്റ് കയറി വരുമ്പോൾ എന്ത് വരും നമ്മുടെ മാത്തമാറ്റിക്സും കൂടി അതേ പരിഗണിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കയറി വരും. ഹ്യൂമാനിറ്റീസിൽ ഇംഗ്ലീഷ് കയറി വരും. എപ്പോഴും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് അതിലുണ്ടെങ്കിൽ. ഓക്കെ, 33ാമത്തെ കോഡിലും അതുപോലെ 34 പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ 35 ഈ കോഡിലൊക്കെ എന്തുണ്ട് ഈ ഒരു എന്താ പറയുക സബ്ജക്റ്റിലൊക്കെ ഇംഗ്ലീഷ് കൂടി പരിഗണിക്കപ്പെടും. പിന്നെ അതുപോലെ തന്നെ ജേർണലിസം അല്ലേ, ചില കുട്ടികൾക്ക് ജേർണലിസത്തോട് ഭയങ്കര താല്പര്യമുള്ളവരുണ്ടാവും. അവർക്കും എന്ത് വരും ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂടി എന്ത് ചെയ്യും, ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഗ്രേഡ് കൂടി അതിൽ പരിഗണിക്കും. ഇതാണ് ഏതിൻ്റെ അവസ്ഥ, നമ്മുടെ ഹ്യൂമാനിറ്റീസിൻ്റെ അവസ്ഥ. ഇനി കൊമേഴ്സ് ആണെങ്കിലോ, കൊമേഴ്സിന് സോഷ്യൽ സയൻസും മാത്തമാറ്റിക്സും ആണ് എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത്. എല്ലാ 36, 37, 38, 39 കമ്പ്യൂട്ടർ സയൻസ് അടക്കം. ഓക്കെ, 39 നമ്മുടെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ ഒരു 39 അതിൻ്റെ കോഡ് വരുന്നത്. അതിനും നമ്മൾ എന്ത് പരിഗണിക്കും, സോഷ്യൽ സയൻസിൻ്റെ മാർക്കും മാത്സിൻ്റെ മാർക്കും എന്ത് ചെയ്യും പരിഗണിക്കും. അപ്പോൾ ഏകദേശം ഒരു ധാരണയായില്ലേ ഏതൊക്കെയാണ് സബ്ജക്റ്റുകളെന്ന്. ഓരോ എന്താ പറയുക സയൻസിനാണെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റാണ്, ഹ്യൂമാനിറ്റീസിനാണെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റാണ്, കൊമേഴ്സിനാണെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ മാർക്കാണ് പരിഗണിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയായില്ലേ. അതായിരുന്നു എന്ത് നമ്മുടെ GSW എന്ന് പറയുന്നത്. ഓക്കെ, GSW എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ബോണസ് പോയിൻ്റ് ആണ്. ബോണസ് പോയിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോണസ് പോയിൻ്റ് നമുക്ക് ഓരോ വിദ്യാർത്ഥിക്കും അയാളുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ സ്കൂൾ അതേ സെയിം സ്കൂളാണോ അല്ലെങ്കിൽ അതേ താലൂക്കാണോ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ബോണസ് പോയിന്റ് തരുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൃത്യനിർവഹണത്തിനിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് 5 ബോണസ് പോയിൻ്റാണ് ലഭിക്കുന്നത്. അതുപോലെ ഒരുപാട് അല്ലേ ഇവിടെ NCC, അതുപോലെ സ്കൗട്ട് ഗൈഡ്, രാജ്യ പുരസ്കാർ നേടിയവർ, സ്റ്റുഡൻറ്റ് കാഡറ്റ് അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ 2 പോയിന്റ് ബോണസ് പോയിന്റ് ആയിട്ട് ലഭിക്കും. ഓക്കെ, അതുകൂടാതെ A ഗ്രേഡ് സർട്ടിഫിക്കറ്റുള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗം, ലിറ്റിൽ കൈറ്റ്സ് അല്ലേ 1 പോയിന്റാണ് ലഭിക്കുന്നത്. അതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണെങ്കിൽ 2 പോയിന്റ് കിട്ടും. അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ 2 പോയിന്റ് കിട്ടും. അതേ താലൂക്ക് ആണെങ്കിൽ 1 മാർക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ബോണസ് പോയിന്റുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റു സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ് 2 ആണ്. അതായത് നമ്മുടെ പഞ്ചായത്തിൽ എന്തില്ല, ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ല.
നമ്മുടെ പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളില്ല, പക്ഷെ നമ്മുടെ താലൂക്കിൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ താലൂക്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞത് 1 പോയിന്റ്, അതേ താലൂക്ക് എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് എന്നല്ല ഇവിടെ പറഞ്ഞത്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ല എങ്കിൽ ആ കുട്ടിക്ക് 2 ബോണസ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SSLC യോഗ്യത നേടുന്നവർക്ക് 3 പോയിന്റ്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ മാക്സിമം ഒരു കുട്ടിക്ക് കിട്ടുന്ന ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് 10 ആണ്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് 15 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കണ്ട. 15 ഉണ്ടെങ്കിലും നമുക്ക് 10 എന്ത് ചെയ്യുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് 10-12 പോയിന്റ് കിട്ടി, പക്ഷേ കാര്യമില്ല, 10 പോയിന്റ് എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ. അപ്പോൾ അതാണ് ബോണസ് പോയിന്റ്. പിന്നെ മൈനസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നേരത്തെ പറഞ്ഞു ഞാൻ, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്ത് ചെയ്തില്ല, പാസ്സാവാൻ സാധിച്ചില്ല. പിന്നെ എക്സാമിലൂടെയൊക്കെയാണ് എന്ത് ചെയ്തത്, പാസ്സായതെങ്കിൽ മൈനസ് പോയിന്റ് ഉണ്ടാവും. പിന്നെ 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിങ്ങനെയുള്ള ബോണസ് പോയിന്റിന് അർഹത ഉണ്ടായിരിക്കുന്നില്ല. ഓക്കെ, 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിലെ മാർക്ക് വന്നിട്ടുള്ള നമ്മൾ എഴുതി കിട്ടിയത് മാത്രമല്ല, നമ്മുടെ ബോണസ് പോയിന്റും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ അഡ്മിഷൻ സമയത്ത് എന്ത് കിട്ടില്ല, ബോണസ് പോയിന്റ് ഉണ്ടാവില്ല. അതൊന്ന് പ്രത്യേകം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യാം. അതായത് നമ്മുടെ SSLC റിസൾട്ട് വന്നപ്പോൾ നമുക്കൊരു വിഷയത്തിൽ A+ കിട്ടാൻ കാരണം ഈ കാര്യങ്ങളാണെന്ന് വിചാരിക്കാം. ഈ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് A+ ലഭിച്ചത്. അങ്ങനെയെങ്കിൽ അത് അവിടെ പരിഗണിച്ചിട്ടുണ്ട് എങ്കിൽ അഡ്മിഷൻ്റെ സമയത്ത് ആ ബോണസ് പോയിന്റ് നമുക്ക് അവൈലബിൾ അല്ല എന്നാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ കടന്നു പോകാം. ഓക്കെ, ഇവിടെ ഒരു റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. SSLCക്ക് ഈ ഒരു കുട്ടിക്ക് കിട്ടിയ റിസൾട്ടാണ് അല്ലേ. അതായത് മലയാളം ഫസ്റ്റിന് A ഗ്രേഡ് ആണ്, അതുപോലെ മലയാളം സെക്കൻഡ് A ഗ്രേഡ് ആണ്, ഇംഗ്ലീഷ് A ആണ്, ഹിന്ദിക്ക് A+ ആണ്. ഓക്കെ, ഫിസിക്സ് A+ ആണ്, കെമിസ്ട്രി A ആണ്, ബയോളജി B+ ആണ്, സോഷ്യൽ സയൻസിന് A+ ആണ്, മാത്സിന് A+ ആണ്, IT A ആണ്. ഓക്കെ, അതിന് താഴെ തന്നെ അതിൻ്റെ ഓരോ സബ്ജക്റ്റിനും ഗ്രേഡ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. A+ ആണെങ്കിൽ 9, A ആണെങ്കിൽ 8, അതുപോലെ താഴോട്ട് വന്നിട്ട് ഉള്ള ആ ഒരു ഗ്രേഡ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു WGP ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. TGP അല്ലേ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആ ഇക്വേഷനിൽ വേണ്ട എന്താ, TGP ആണല്ലേ. TGP എന്ന് പറയുന്നത് എന്താ, ഇത് മുഴുവനും കൂട്ടണം അല്ലേ, ഗ്രേഡ് പോയിന്റ് കംപ്ലീറ്റ് കൂട്ടുക. 8+, 8+, 8+, 9+, 9+, 8+, 7+, 9+, 9+8 അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 83 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് വേണ്ടത് ആരാ, GSW ആണ് അല്ലേ. ഈ കുട്ടി ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കോഡ്, അതായത് സയൻസിലെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വരുന്ന ആ ഒരു ഫസ്റ്റ് കോഡാണ് ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ആ സബ്ജക്റ്റുകൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. 9ഉം 8ഉം അതുപോലെ തന്നെ 7ഉം 9ഉം അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 33 എന്ന് കിട്ടും. ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി ബോണസ് പോയിന്റ് ആയിട്ട് അവൻ എന്ത് കിട്ടുന്നുണ്ട്, 2 പോയിന്റ് കിട്ടുന്നു. അതേ സ്കൂളിലാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, അതേ സ്കൂളിൽ അവൻ പഠിച്ച അതേ സ്കൂളിലാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പോയിന്റ് കിട്ടും. ഓക്കെ, മൈനസ് പോയിന്റ്സ് ഒന്നുമില്ല. പിന്നെ ടോട്ടൽ സബ്ജക്റ്റ് 10 ആണ്. അതുപോലെ TSW എന്ന് പറയുന്നത് 4 ആണ്. 4 സബ്ജക്റ്റ് അല്ല ഇതിൽ, സയൻസ് ആയതുകൊണ്ട് 4 സബ്ജക്റ്റ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി, മാത്സും അല്ല ഇതിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടി. ഇനി നമുക്കിത് സോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ. 83 + 33 / 10+4 അല്ലേ. പിന്നെ അതിനോടൊപ്പം തന്നെ ബോണസ് പോയിന്റും മൈനസ് പോയിന്റും ചെയ്തതിന് ശേഷം അല്ലേ, മൈനസ് ചെയ്തതിന് ശേഷം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ 8.7571443 ഇത്രയും ഡിജിറ്റ് എടുക്കണം. അതായത് 7 ദശാംശ സ്ഥാനങ്ങൾ വരെ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെയൊക്കെ കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ, ഇതൊക്കെ ചിലപ്പോൾ ഈക്വൽ ആയിട്ട് പല കുട്ടികൾക്കും വരും. അങ്ങനെ ഈക്വൽ ആയാൽ ആർക്ക് അഡ്മിഷൻ കൊടുക്കും, അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ ഇതേ ഗ്രേഡ് കിട്ടിയ കുറേ കുട്ടികളുണ്ടാവും, ഈ സെയിം ഗ്രേഡ് കിട്ടിയ, ഇപ്പോൾ ഫുൾ A+ ഉള്ള ഒരുപാട് കുട്ടികളില്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്തായിരിക്കും, ഇത് സെയിം ആയിരിക്കും. ഈ ബോണസ് പോയിന്റിൻ്റെ വിഷയത്തിലായിരിക്കും ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടാവുക. പക്ഷേ ബോണസ് പോയിന്റും സെയിം ആയിട്ടുള്ള ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒരുപാടുണ്ടാവും അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, ആർക്കായിരിക്കും ആദ്യം അഡ്മിഷൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഗ്രേസ് മാർക്ക് ലഭിക്കാത്ത അപേക്ഷകരെ അതിൽ ആദ്യം പരിഗണിക്കും. ഓക്കെ, ഇപ്പോൾ 2 കുട്ടികളുണ്ട്. ഒരാൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടിയാണ്, ഒരാൾക്കോ ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ല. അപ്പോൾ ഇത് ഈക്വലായി, WGPA ഈക്വലായി. അപ്പോൾ ആർക്കാണ് മുൻഗണന കൊടുക്കുക, ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലാതെ എഴുതിയിട്ട് മുഴുവൻ എഴുതിയിട്ട് കിട്ടിയതാണ്. അങ്ങനെയെങ്കിൽ അവനെയാണ് എന്ത് ചെയ്യുക, പരിഗണിക്കുക. പിന്നെ വെയിറ്റേജിന് കണക്കിലെടുത്ത വിഷയങ്ങളുടെ ഉയർന്ന TGP. ഓക്കെ, അത് മാത്രം നോക്കും. ആ വെയിറ്റേജിന് കണക്കിലെടുത്ത വിഷയങ്ങൾ, അപ്പോൾ സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ആ സബ്ജക്റ്റിന് കിട്ടിയ TGP ഈ 2 കുട്ടികളിൽ ആർക്കാണ് കൂടുതൽ അത് നോക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഉയർന്ന ഗ്രേഡ് പോയിന്റ്.
ഇംഗ്ലീഷിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവന് കിട്ടും. അതുപോലെ തന്നെ ഒന്നാം ഭാഷയുടെ ഉയർന്ന ഗ്രേഡ് പോയിന്റ്. അപ്പോഴൊക്കെയാണ് മറ്റു സബ്ജക്റ്റിൻ്റെ, അതായത് ഇംഗ്ലീഷിൻ്റെയും ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഒക്കെ ആ ഒരു പ്രാധാന്യം വരുന്നത്. ഓക്കെ, നമുക്ക് സയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ബയോളജി, കെമിസ്ട്രിയും ഫിസിക്സും മാത്സൊക്കെ ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് അധ്വാനിച്ച് പഠിക്കും. ഇംഗ്ലീഷ് പോട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് പോട്ടെ എന്ന് കരുതുന്നവർക്ക് ഇപ്പോഴാണ് തിരിച്ചടി വരുന്നത്, അല്ലേ? ഈ ഒരു സമയത്ത് ഇങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ, WGPA ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നീട് പരിഗണിക്കുന്നത് എന്തിലേക്കാണ്? ഇംഗ്ലീഷിൻ്റെ മാർക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ മാർക്കൊക്കെ നോക്കും. അപ്പോൾ ഇനിയെങ്കിലും +1 +2 സമയത്തൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പിന്നെ ഇത്രയും കാര്യം. പിന്നെ ഇത് കൂടാതെ LSS, USS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പരിഗണിക്കും. എല്ലാം ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ഇതിങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും എന്താണ്, ഈക്വൽ തന്നെ, എല്ലാം ഈക്വൽ. അങ്ങനെ വരുമ്പോൾ അവസാനത്തെ എന്താ പറയുക, 18ാമത്തെ അടവ്, അഡ്മിഷൻ കൊടുക്കാനുള്ള 18ാമത്തെ അടവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ള എന്താണെന്നറിയോ? ലെറ്റർ, നമ്മുടെ പേര്. ഓക്കെ, എയിൽ തുടങ്ങുന്ന ആൾക്കായിരിക്കും ആദ്യം അഡ്മിഷൻ കൊടുക്കുക. ഒരു കുട്ടിയുടെ പേര് എന്താ പറയുക, അരവിന്ദ് എന്നാണ്, ഒരു കുട്ടിയുടെ പേര് രാഹുൽ എന്നാണ്. ആർക്കായിരിക്കും? ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈക്വൽ, അപ്പോഴൊക്കെ ഈക്വൽ. അപ്പോൾ പിന്നെ എന്താ നോക്കുള്ളൂ, നമ്മുടെ ലെറ്ററിനനുസരിച്ച് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും അഡ്മിഷൻ കൊടുക്കുക. പേരിന് വരെ പ്രാധാന്യമുണ്ട്, അല്ലേ? പിന്നെ അതുകൂടാതെ നമ്മുടെ ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹെഡ് മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലബ്ബ്, ഒറേറ്ററി ക്ലബ്ബ്, IT ക്ലബ്ബ് അങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്, പിന്നെ സ്പോർട്സ് കോട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ്, നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, WGPA അനുസരിച്ച് അഡ്മിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്ന ഒരു കുട്ടിക്ക്, അല്ലേ? ഈ WGPA എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന, നമ്മുടെ ഗ്രേഡ്, നമ്മൾ അപേക്ഷ ഫില്ല് ചെയ്യുന്ന സമയത്ത് +1-ൻ്റെ ഏകജാലക സിംഗിൾ വിൻഡോ HSCAP എന്ന സൈറ്റിലൂടെ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നമ്മുടെ മാർക്ക് മാറാൻ പാടില്ല. മാർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മുടെ രജിസ്റ്റർ നമ്പർ ഒക്കെ അടിക്കുമ്പോൾ നമ്മുടെ മാർക്ക് മാറിയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഗ്രേഡ് ബോണസ് പോയിന്റുകളൊക്കെ ആ കാര്യങ്ങളൊക്കെ ടിക്കിടാനൊക്കെ വേണ്ടി പറയും. ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. നമുക്ക് കിട്ടാവുന്ന പോയിന്റ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കി കളയരുത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് +1-ന് അഡ്മിഷൻ എടുക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള വിശദമായൊരു ലൈവ് സെക്ഷൻ ഇന്ന് കൃത്യം 7:30 നമ്മുടെ ചാനൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ലൈവ് മിസ്സാക്കാതെ കാണും ചെയ്യാം. അപ്പോൾ WGPA എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ, ഇപ്പോൾ ഒരു സയൻസ് എടുക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ 4 സബ്ജക്റ്റിൽ നല്ല മാർക്ക് ഉണ്ടാവണം. ഓക്കെ, അതിൽ ആ 4 വിഷയങ്ങളിലും നല്ല മാർക്കുള്ളവർക്കേ സയൻസിന് കിട്ടാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് മറ്റു സബ്ജക്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ കോമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത്, നമ്മുടെ അപ്ലിക്കേഷൻ്റെ സമയത്ത് ഈ WGPA നിങ്ങളൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളൂ. പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ, നമ്മുടെ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് സ്ക്രീനിൽ കാണുമ്പോൾ അലോട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ എന്താ പറയുക, റാങ്കും കാര്യങ്ങളൊക്കെ കാണിക്കും. ആ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണോ ഇവിടെ വന്നിട്ടുള്ളത് എന്ന കാര്യമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ അതിനുള്ള സമയമാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്തിനാണ്, നമ്മുടെ അപേക്ഷയിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടോ അതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നന്നായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ യൂസ് ചെയ്തിട്ട്, നമ്മുടെ സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെയുള്ള ഹെൽപ്പ് ഡെസ്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, അപേക്ഷ കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയം ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം പഠിക്കുവാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറ് ടാറ്റ, ബൈ ബൈ.